മെയ്യായി, മഴയായി. അപ്പോൾ ഇരുചക്രവാഹനം ഓടിക്കുന്ന ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ അപകടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതെന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. വായോ. ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ടയറാണ്. ഇതുപോലത്തെ മൊട്ട ടയർ ഇട്ടിട്ട് വണ്ടി ഓടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയിലുള്ള വിടവുകൾ കണ്ട, ഈ വിടവുകളെ കൂടെ വെള്ളം തെറിച്ചു പോയാലാണ് ഈ ടയറിന് ഗ്രിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ ഈ ടയറും റോഡും ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഉള്ളിൽ തെന്നിപ്പോയി അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിലെ ടയർ പ്രഷർ കറക്റ്റ് ആക്കി വെക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ബ്രേക്കിന് ഡ്രം ബ്രേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികളാണ് വരുന്നത്. അതിന്റെ പാഡുകൾ കറക്റ്റ് ആയിട്ടാണോ ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. പരമാവധി വെള്ളക്കെട്ടുകളെ കൂടെ ഓടിക്കാതിരിക്കുക. എഞ്ചിൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനും അതിന്റെ എയർ ഫിൽറ്റർ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആക്സിലേറ്ററിന്റെ കേബിളും അതുപോലെ തന്നെ ക്ലച്ച് കേബിളും ആണ്. പെട്ടെന്ന് തണുപ്പ് കാര്യങ്ങൾ വരുമ്പോൾ എന്തുണ്ടാവാന്ന് വെച്ചാൽ നമ്മുടെ ഈ കേബിളുകളൊക്കെ ഒന്നും കൂടി സ്റ്റിഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചെയിന്റെ കാര്യം വരുമ്പോൾ മഴ പെയ്യാണ്, ചെയിനൊക്കെ എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കും. ചെയിൻ ലൂബ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് പെട്ടെന്ന് പോവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയിൻ ലൂബ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിനും അതിന്റെ സ്പോക്കറ്റും കൂടി ഉറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ റൈഡിന്റെ കംഫർട്ട് കുറയും. എല്ലാ 400-500 കിലോമീറ്ററിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത്, സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വിരൽ പോകാതെ ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യേണ്ട കാര്യം മറക്കാതിരിക്കുക. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളാണ്. ഒന്ന്, ബാറ്ററിയുടെ ടെർമിനൽ അതൊന്ന് ശ്രദ്ധിക്കുക, അത് ടൈറ്റ് ആണോ, പിന്നെ അതിൽ വല്ല കൊറോഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഹോണിന്റെ ഭാഗവും ഇൻഡിക്കേറ്ററിന്റെ ഭാഗവും ഹെഡ്ലൈറ്റിന്റെ ഭാഗവും ഒന്ന് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇതെല്ലാം പറഞ്ഞതിന്റെ കൂടെ വൈകുന്നേരം വന്ന് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുമ്പോൾ പരമാവധി സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കാൻ നോക്കുക. അതിന്റെ കൂടെ തന്നെ കാലത്ത് എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് ഐഡിലായിട്ട് വണ്ടി ഇടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തണുത്തിരിക്കുന്ന എഞ്ചിനിൽ ഓയിലിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. 1 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തി ആ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി മഴക്കാലമാണ്, നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ഉള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.